അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കുവാൻ പോകുന്നത് പ്രാർത്ഥനയുടെ ചില കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ശ്വാസമാണ്. ആത്മീയ ജീവിതത്തിൻ്റെ ഓക്സിജനാണ് പ്രയർ. നമ്മൾ ഇതിനകത്തിരുന്ന് ഓക്സിജൻ വലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ശ്വാസം വലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? മരിച്ചു പോകും അല്ലേ? ചത്തുപോകും. അതുപോലെയാണ് പ്രാർത്ഥന ഇല്ലെങ്കിൽ നമ്മൾ പതിയെ ഡെഡായിക്കൊണ്ടേയിരിക്കും, ചത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആത്മീയ ജീവിതത്തിന്റെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയ ജീവിതത്തിന്റെ നിലനിൽപ്പ്, സസ്റ്റെയിൻ ഇൻ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് പ്രയറാണ്. പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് നിലനിൽക്കാൻ കഴിയും. വേദപുസ്തകത്തിനകത്ത് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അറിയാം. ഞാൻ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. നമുക്ക് യേശുക്രിസ്തുവാണ് നമ്മുടെ പ്രാർത്ഥനയുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവാണ് പ്രാർത്ഥനയ്ക്കകത്ത് എന്തല്ല, യേശുക്രിസ്തുവാണ് നമ്മുടെ റോൾ മോഡൽ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെ അനുഭവം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ലൈഫിലുടനീളം യേശു കർത്താവിനെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടോ അവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണാം. വിജനമായ അതിരാവിലെ എഴുന്നേറ്റ് ഒരു ഭാഗം പറയുകയാണ്, മരുഭൂമിയിലേക്ക് പോയി വിജനമായൊരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചു. മറ്റൊരിക്കൽ പറയുകയാണ്, അവന് മലയുടെ മുകളിൽ കയറി മണിക്കൂറുകളാണ്, ആ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ഗദശമന തോട്ടത്തിനകത്ത് ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്നപ്പോൾ അതിനകത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ പല മേഖലകളിലും ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു രാത്രി മുഴുവൻ ശക്തമായ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. എത്ര പേര് തിരഞ്ഞെടുക്കണമെന്ന് ആ തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. അങ്ങനെ ചില ഡെലിവറൻസിന് പോകുമ്പോൾ, പിറ്റേന്ന് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുമ്പോഴെല്ലാം യേശു കർത്താവ് വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. അതുമാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ ലൈഫിനകത്തൂടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ വിവിധ മലമുകളിൽ, വിജന സ്ഥലത്ത്, ഗദശമന പള്ളിയിൽ, ഇങ്ങനെയുള്ള പല മേഖലകളിൽ, പലയിടങ്ങളിലും യേശുവിൻ്റെ ലൈഫിനകത്ത് കോൺവെർസേഷൻ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷനാണ്. ആരുമായിട്ടാണ്? ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണം. ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഏതെങ്കിലും ഒരു മേഖലകളിലായിരിക്കും. നമ്മുടെ ഒരു വിടുതലിന് വേണ്ടി നമുക്കൊരു വിഷയം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ നമ്മൾ ഭയങ്കര പ്രാർത്ഥനയാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനയുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനകളും ആര് കേൾക്കും? ദൈവം കേൾക്കും. പക്ഷേ അത് മാത്രം, ആ ഒരു മണ്ഡലം മാത്രമല്ല പ്രാർത്ഥന. വിവിധ മേഖലകളിലുള്ള പ്രാർത്ഥനകളെ വേദപുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. യേശു കർത്താവിൻ്റെ പ്രാർത്ഥനാ ലൈഫിനകത്ത് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. എന്ത് ചെയ്യുക? ലേഖനത്തിനകത്ത് പറയുകയാണ്, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. പ്രതിയോഗിയാകുന്ന പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് ചുറ്റി നടക്കുന്നു. നിങ്ങൾ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക, സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥനയുടെ വിവിധ തലങ്ങൾ. ശിഷ്യന്മാരെ യേശുവിനോട് ചോദിച്ച മറ്റൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്, പഠിപ്പിക്കാൻ പറഞ്ഞ ഒരു കാര്യമാണ്. എന്തുവാണ്? ഞാനും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ ഞാനൊരു പ്രസംഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ഭൂതങ്ങളെ പുറത്തേക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞില്ല, അത്ഭുതം പ്രവർത്തിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞില്ല, വെള്ളത്തിന്മീതെ നടക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ പറഞ്ഞില്ല. ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്തുവാ പറഞ്ഞേ? ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഒരു സ്തോത്രം പറഞ്ഞേ. വലിയൊരു കാര്യമാണ് അല്ലേ? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. നമ്മൾ ആണെങ്കിൽ ചോദിച്ചേനെ, എന്ത് ചെയ്യുക? കർത്താവ് എങ്ങനെ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതൊന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് എന്തുണ്ട്? നോട്ടുണ്ട്, ഇതിനെ ഒന്ന് വർദ്ധിപ്പിക്കാം, മൾട്ടിപ്ലൈ ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ കർത്താവ് എങ്ങനെയാണ് മീൻ പിടിക്കാനെന്ന് വല വീശുമ്പോൾ തന്നെ പെരുത്ത മീൻ കയറുന്ന
ഒരു സിസ്റ്റം അതെങ്ങനെയാന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒറ്റ വീശലിൽ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം നടന്നു പോയേനെ. അപ്പൊ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളും നമ്മുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ്. പക്ഷേ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചേ? കർത്താവിൻ്റെ പ്രവൃത്തികളുടെ എല്ലാം റൂട്ട് ഈ പ്രാർത്ഥനയാണെന്ന് അവർക്ക് പിടികിട്ടും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കർത്താവ് ഒരു അത്ഭുതം ചെയ്തുവെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രാർത്ഥിച്ച മണിക്കൂറുകളാണ് എന്ന് ശിഷ്യന്മാർക്ക് പിടികിട്ടി. ദൈവസന്നിധിയിൽ ദൈവവുമായിട്ടുള്ള ആ പ്രാർത്ഥനയുടെ ബന്ധമാണ് യേശു ക്രിസ്തുവിനെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ചലിപ്പിക്കുന്നതെന്ന് പിടികിട്ടി. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയില്ലാത്തവർക്ക് ഉറക്കം വരും. പ്രാർത്ഥിക്കാൻ ഇന്നും അറിയാത്ത ആൾക്കാരുണ്ട്. പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക, ഇംഗ്ലണ്ട്, രാജ്യങ്ങൾ മുഴുവൻ കറങ്ങി തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ആരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ കർത്താവിനോട് പറയുക, ഈ ആഹാരത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവെ ലോകത്തുള്ള എല്ലാവർക്കും ആഹാരം കൊടുക്കണം. ഇപ്പോൾ ഇസ്രായേലിൽ അവിടെ യുദ്ധം നടക്കുകയാണ്, അവിടെ ഗാസയിലുള്ളവർക്ക് ആഹാരം കൊടുക്കണം. പിന്നെ ലോകരാജ്യങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സഭയിലെ പാസ്റ്ററിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വാസികളെ അനുഗ്രഹിച്ച്, ചൈൽഡ് ചർച്ചിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കണ്ണു തുറന്നു നോക്കുമ്പോൾ ബാക്കി എല്ലാവരും കഴിച്ച് കൈയും കഴുകി അപ്പോൾ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാ. പക്ഷേ പുള്ളി കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച് ചിലർ പറയും, ഇയാളൊന്ന് നിർത്തിയിരുന്നെങ്കിൽ ഇവിടെ വിശന്ന് കുടൽ കത്തിയിരിക്കുമ്പോഴായിരിക്കും കഷ്ടകാലത്തിന് പറഞ്ഞ എന്ത് ചെയ്യുക, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കുക. പുള്ളി അങ്ങോട്ട് എന്ത് ചെയ്യുക, 5 അന്യഭാഷ പറയുമ്പോൾ തന്നെ ഈ പ്ലേറ്റ് മുഴുവൻ തുപ്പലായി. പിന്നെ നമ്മൾ അറബികൾ ഭക്ഷണം കഴിക്കുമല്ലോ, അങ്ങോട്ടും ഇട്ട് തുപ്പി ഇട്ട് ആഹാരം കഴിക്കുമ്പോൾ ഇന്നും ഇത്രയും വർഷങ്ങളായിട്ടും ഞാൻ ഇടയ്ക്ക് നിങ്ങളോടൊക്കെ പ്രാർത്ഥിക്കാൻ പറയും, സ്റ്റേജിൽ കയറി പ്രാർത്ഥിക്കാൻ പറയും. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച വരാതിരിക്കരുത്. ഇത്രയും വർഷങ്ങളായിട്ടും ഒരു വിഷയം പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ട് അല്ലേ? ആരാണ് നമ്മളെ വിളിക്കുന്ന പേരെന്തുവാണ്? പ്രാർത്ഥനക്കാര്. നമ്മൾ ഈ ബൈബിളൊക്കെ എടുത്ത് ഇറങ്ങി വരുമ്പോൾ ആൾക്കാർ പറയും, അവള് പ്രാർത്ഥിക്കാൻ പോകുന്നു. നമുക്കേ അറിയാവൂ പ്രാർത്ഥന പോയിട്ട് ഞാൻ വിട്ടുപോവാം. അപ്പോ വിവിധമായ പ്രാർത്ഥനകളെ ഉണ്ട്. കർത്താവ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന ചില പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ ഒരു അത്ഭുതം നടക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന. അത് കർത്താവിനോട് നമ്മൾ ചോദിച്ച് മേടിക്കുന്നതാണ്. പക്ഷെ പ്രയർ എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിനാണ്. ഒരു സ്തോത്രം പറഞ്ഞേ. എന്തിനാണ് പ്രാർത്ഥന? ഞാൻ നേരത്തെ പറഞ്ഞു, ഓക്സിജനാണ് പ്രയർ. അപ്പം നമുക്ക് ഈ ഫ്ലൈറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് വരും. അപ്പോൾ അനൗൺസ്മെന്റ് വരുമ്പോൾ എന്ത് പറയും? നിങ്ങൾക്ക് ഫ്ലൈറ്റിനകത്ത് വെച്ച് പെട്ടെന്ന് ഫ്ലൈറ്റിന് അല്ലെങ്കിൽ എയർ ഓക്സിജൻ കിട്ടാതെ വന്നാൽ മേളിൽ നിന്നൊരു മാസ്ക് താഴോട്ട് വരും. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതെടുത്ത് മൂക്കി വയ്ക്കണം. എന്നിട്ട് ആദ്യം നിങ്ങൾ ശ്വാസം പിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്ത ആളിന് വെച്ചു കൊടുക്കുക. അങ്ങനെ ഡയറക്ഷൻ തരും. എന്തുകൊണ്ടാണ് അങ്ങനെ തരുന്നത്? അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ചാടി വീണ്, ഇപ്പം പിള്ളേർ കൂടെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മളെന്ത് ചെയ്യും? ചാടി വീണ് പിള്ളേർക്ക് വയ്ക്കും. അടുത്തിരിക്കുന്ന എല്ലാവർക്കും സഹായിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ ബോധം കെട്ട് താഴെ വീഴും, ഇല്ലേ? അപ്പൊ പ്രയർ എന്ന് പറയുന്നത് അതുപോലെയാണ്. നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഉപരി നമുക്ക് വേണ്ടി, നമ്മളും ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ നിലനിൽപ്പിനാണ് നമുക്ക് പ്രാർത്ഥന വേണ്ടത്. ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ആവശ്യഘട്ടത്തിൽ ഓടി ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്നതല്ല പ്രാർത്ഥന. അങ്ങനെയുള്ള പ്രാർത്ഥനയുണ്ട്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രയർ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് നമുക്കറിയാം,
ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് റെഗുലർ നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടായിരിക്കേണ്ട. അയ്യോ മകളുടെ വിവാഹം നടക്കുന്നില്ല, ഉടനെ സ്പെഷ്യൽ പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന, അതൊക്കെ നല്ലതാ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ അകത്ത് ഒരു റെഗുലർ കമ്മ്യൂണിക്കേഷൻ, ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്കുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്ര മണിക്കൂർ ഒരിടത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല. യേശുവും പിതാവുമായി ഒരു റെഗുലർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡേ ആൻഡ് നൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ യേശു എന്ത് ചെയ്യുക? സ്വർഗത്തിലേക്ക് നോക്കി പിതാവേ എന്ന് വിളിച്ച്, കർത്താവേ ഇത് ചെയ്തു കൊടുക്കണമേ എന്ന് പറയുന്നു. അങ്ങനെ പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? നമുക്കറിയാം, ലാസറിന്റെ ഭവനത്തിന്റെ മുമ്പിൽ, ആ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു എന്ത് ചെയ്യുക? മേലോട്ട് നോക്കി പിതാവേ നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷകൾ കേൾക്കുന്നു എന്ന്. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്ത് അപേക്ഷകൾ എന്നല്ല, മൈ പ്രേയേഴ്സ്, എന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. നീ എപ്പോഴും എന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ? യേശുവിന്റെ ലൈഫിനകത്ത് ഈ പിതാവുമായി പ്രാർത്ഥനയുടെ ഒരു ബന്ധം എപ്പോഴും ഉണ്ട്. സ്പെഷ്യലായിട്ട് ഒരു ആവശ്യം വന്നപ്പോൾ ഓടി യേശുവിന്റെ ഈ പിതാവിന്റെ അടുക്കൽ ചെന്ന്, എന്റെ പൊന്നു കർത്താവേ, എന്നെ നാണം കെടുത്തരുതേ, ഇപ്പോൾ കല്ലറയിൽ കിടക്കുന്ന ലാസറിനെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പറയുകയല്ല. കർത്താവേ, നീ എപ്പോഴും എന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് തന്നെ ലാസറേ പുറത്തു വരിക. ഇത് പറഞ്ഞാൽ ദൈവം അത് അറ്റസ്റ്റ് ചെയ്യുമെന്ന് ആർക്കുറപ്പുണ്ട്? യേശുവിന് ഉറപ്പുണ്ട്. റെഗുലർ ലൈഫിനകത്ത് പ്രാർത്ഥനയുള്ളവന്റെ ജീവിതത്തിനകത്ത് ഒരു ഉറപ്പ് ഉണ്ടാകും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്, എനിക്കതിന് മറുപടി തരും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെടും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ദൈവസന്നിധിയിൽ ചില പ്രത്യേക സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകും. എല്ലാ ദിവസവും ഒത്തിരി പെറ്റീഷനുമായി ദൈവസന്നിധിയിൽ പോകുന്നതിനെ അല്ല പ്രാർത്ഥന എന്ന് വിളിക്കുന്നത്. റെഗുലർ പ്രയർ എന്ന് പറയുന്നത്, കർത്താവേ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം, എൻ്റെ അനുഗ്രഹിക്കണം എല്ലാവരെയും, ഞാനും എൻ്റെ കുടുംബവും എല്ലാവരെയും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ്, അതല്ല പ്രാർത്ഥന. കർത്താവുമായിട്ട് കർത്താവേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അന്നത്തെ ജീവിതത്തെ ദൈവത്തോട് സംസാരിച്ച്, കുറവുകളെ പറഞ്ഞ്, തെറ്റുകളെ പറഞ്ഞ്, യേശുവേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അവിടെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു എങ്കിൽ ഇറ്റ്സ് എ കോൺവെർസേഷൻ. ഒരു വ്യക്തിയുമായി, ദൈവവുമായിട്ട് ഞാൻ എന്ത് ചെയ്യുക? ഞാൻ സംസാരിക്കും. എന്താ പറഞ്ഞേ? വിഷയങ്ങളല്ല, എൻ്റെ കഷ്ടതകളല്ല, എൻ്റെ ഒത്തിരി എന്ത് ചെയ്യുക, എൻ്റെ ആവശ്യങ്ങളല്ല, മറിച്ച് ഞാൻ എന്ത് ചെയ്തു? കർത്താവുമായി അരമണിക്കൂർ, 1 മണിക്കൂർ അങ്ങ് സംസാരിച്ചു. എൻ്റെ ഹൃദയം അങ്ങ് തുറന്നു, എൻ്റെ മനസ്സങ്ങ് തുറന്നു. അതിനകത്ത് നല്ലതുണ്ട്, ചീത്തയുണ്ട്, എവരിത്തിങ്. ഞാൻ എൻ്റെ യേശുവുമായി അതെല്ലാം അങ്ങ് പങ്കുവെച്ചു, പറഞ്ഞു. ചിലർ പറയും, അയ്യോ എനിക്ക് ആരും ഇല്ലേ. എങ്കിൽ ഏറ്റവും നല്ലത്, ആരോടും വേറെ പറയാനില്ലല്ലോ, നിനക്ക് ആര് മതി? അപ്പൊ യേശു മതി എന്ന് പറഞ്ഞേ. യേശു മതി, ആ സ്നേഹം മതി. അടുത്തത് ചിലർ പാടാറില്ല. ഓ യേശു മതി, യേശു മതി എനിക്ക്,
യേശുമതി, ജീവൻ മതി എനിക്ക്. ഹല്ലേലൂയ. കർത്താവിന്റെ ഈ ചിലപ്പോൾ ചില പ്രാർത്ഥനകൾ ഈ സംസാരമല്ല, ചിലപ്പോൾ പാട്ടായിരിക്കാം. പിടികിട്ടുന്നുണ്ടോ? ഒരു ട്രഡീഷണൽ രീതിയിൽ നിങ്ങൾ ചുമ്മാ വന്നിരുന്ന് ഒരു എന്തതിശയമേ ദൈവത്തിന് കോട്ടുവാ 10 കോട്ടുവാ ഭവന പ്രാർത്ഥനകൾ സമയം എത്രയായിരുന്നു നോക്ക്. സീരിയൽ തുടങ്ങാൻ സമയം എന്തതിശയമേ സ്തോത്രം. അവസാനം ഭർത്താവ് ഒരു സൈഡ്, ഭാര്യ ഒരു സൈഡ്. ഭാര്യ അവസാനം കാലെ വലിച്ചഴച്ച് ഭർത്താവിനെ. മക്കള് 4 സൈഡ്. ഭവന പ്രാർത്ഥനകൾ നമുക്ക് അത്യാവശ്യമാണ്. പണ്ട് ഞാൻ ഒരു ഭവനത്തിൽ, എൻ്റെ ഒരു സ്നേഹിതൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ രാവിലെ 3 മണി, ഞാനൊരു എക്സാമായിട്ട് പഠിക്കാൻ അവിടെ പോയി നിന്നതാണ്. 3 മണിയായപ്പോൾ എല്ലാ വാതിൽക്കലും ടക്ക് 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 ടക്ക്. ഈ വാതിൽ കൊട്ടുന്ന ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഹോളിനകത്തുനിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം, പാട്ടിൻ്റെ ശബ്ദം. അപ്പോൾ എല്ലാ വാതിലും പടപട തുറക്കാൻ തുടങ്ങി. ഞാനും ചാടി കണ്ണൊക്കെ തുറന്ന് ചെന്നപ്പോൾ ഒരപ്പച്ചനും അമ്മച്ചിയും ഇരുന്ന് പാടി ദൈവത്തെ സ്തുതിക്കുക. ഉഷകാലം എഴുന്നേൽക്കുക പരനേ, ഇപ്പൊ പാടുന്ന ഉച്ചകാലം ഞാൻ ഈ പാട്ടൊക്കെ വീടുകളിൽ ഇപ്പം ഇല്ല, കേൾക്കാനുണ്ടോ? അങ്ങനെ അപ്പച്ചനും അമ്മച്ചിയും 10-80 വയസ്സൊക്കെ ആയത്. അവിടെ മക്കൾ പലരും ശുശ്രൂഷയിലാണ്, സുവിശേഷ വേലക്കാരാണ്. അവിടെ കൊച്ചുമക്കൾ വർഷിപ്പേഴ്സാണ്. ഇവരെല്ലാവരും കണ്ടും കേട്ടും വളർന്നത് ഈ ഒരു രീതിയാണ്. പോട്ടെ. അപ്പോൾ നമ്മുടെ ലൈഫിനകത്ത് പ്രാർത്ഥിക്കുന്ന, വ്യക്തിപരമായി ദൈവവുമായി സംസാരിക്കുന്ന ഒരനുഭവം ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ലൈഫിനകത്തുണ്ടാകണം. അതെങ്ങനെ ഉണ്ടാകണ്ടേ? അതെങ്ങനത്തെ പ്രാർത്ഥന? 1000 വിഷയവുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സന്ധ്യാപ്രാർത്ഥനയോ ഈ പ്രഭാത പ്രാർത്ഥനയോ അല്ല. വ്യക്തിപരമായി യേശുവിനോട് കിടക്കാൻ നേരത്താകാം, ഡ്രൈവ് ചെയ്യുമ്പോഴാകാം, നിങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാകാം, കാറിൽ സഞ്ചരിക്കുമ്പോഴാകാം, ജോലിയിൽ നിൽക്കുമ്പോഴാകാം. ഹൃദയം, ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പ്, ഹൃദയം, കർത്താവേ നീ മാത്രമേ എനിക്കുള്ളൂ, കർത്താവേ എന്നെ നീ അറിയുന്നു. അല്ലേ യേശു പറഞ്ഞിട്ടെ, നീ എന്നെ അറിയുന്നു, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്തുകൊണ്ട് അങ്ങനെ അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവും പേഴ്സണലായിട്ടൊരു ബന്ധം ആരുമായിട്ടുണ്ട്, പിതാവുമായിട്ടുണ്ട്. അങ്ങനെ ബന്ധമുള്ളവൻ ഒരു വിഷയം വരുമ്പോ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, കർത്താവേ പിടികിട്ടുന്നുണ്ടോ, എൻ്റെ അവസ്ഥയെ നീ മാറ്റണം, എൻ്റെ സാഹചര്യങ്ങളിൽ നീ ഇടപെടണം എന്ന് പറഞ്ഞാൽ, ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് അധികം പ്രാർത്ഥനയൊന്നുമില്ല. ഒറ്റ 5 അപ്പം മീനും എടുത്ത് വാഴ്ത്തുമ്പോൾ ഒറ്റ വാഴ്ത്തൽ മാത്രമേ ഉള്ളൂ. അത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി അതിന്റെ മേളിൽ കയറിയെന്ന് എന്ത് ചെയ്യില്ല, പ്രാർത്ഥനയൊന്നുമില്ല. അതിനെ എടുത്ത് വാഴ്ത്തി നുറുക്കി
നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് അറിയുന്നു. ഒരു സ്തോത്രം. KFM ചർച്ചിലെ വിശ്വാസികളുടെ ജീവിതത്തിനകത്ത് നിങ്ങളായിരിക്കുന്ന എല്ലാ മേഖലകളിലും, നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ അകത്ത് ഈ ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ആരും നിങ്ങളെ ആത്മീയമായി വളർത്തണ്ട. ആരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരില്ല. നിങ്ങൾക്കൊരു വിഷയം വരുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കണ്ണ് നനയുമ്പോൾ സ്വർഗം അറിയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവന്റെ ഹൃദയം ഇടറുമ്പോ സ്വർഗം അതറിയും. അവന്റെ ഹൃദയം പിടയ്ക്കുമ്പോ ദൈവം അതറിയും. ഗദശമനയ്ക്കകത്ത് ഹല്ലേലൂയ ആ ഹൃദയം പൊട്ടുമ്പോ സ്വർഗം അതറിഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെ അയച്ചു കൊടുത്തിട്ട് കർത്താവ് യേശുവിനെ കംഫർട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും. യേശുവിന്റെ ഗദശമനയിലെ പ്രാർത്ഥന, ഹൃദയം പൊട്ടുവാണ്, അക്ഷരങ്ങൾ പുറത്തു വരാൻ കഴിയുന്നില്ല. കഴിയുമെങ്കിൽ, ഒറ്റ വാക്യമുള്ളൂ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പറഞ്ഞ ഒറ്റ ഹൃദയ നുറുക്കത്തിലെ ഒറ്റ വാക്ക ദൂതന്മാർ ഇറങ്ങി വന്നു. കാരണം ആ ഹൃദയം പൊട്ടുന്നത് പിതാവിനറിയാം. അവിടെ അവനെ ആശ്വസിപ്പിക്കുവാൻ, കംഫർട്ട് ചെയ്യുവാൻ സ്വർഗത്തിലെ സാന്നിധ്യം ഇറങ്ങി വന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. ഈ പാനപാത്രം ഒന്ന് മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ പാനപാത്രം മാറിപ്പോയോ? അതിലൂടെ ക്രോസ് ചെയ്യേണ്ട ആവശ്യമാണ്, പോകണം. പാനപാത്രം മാറിപ്പോയാൽ, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്താൽ എന്തല്ല, മാനവരാശിയുടെ ഹല്ലേലൂയ വിടുതൽ സംഭവിക്കില്ല. സ്വന്തം പുത്രനെ തകർക്കാൻ ഏൽപ്പിച്ചു കൊടുത്തേ പറ്റൂ. പക്ഷെ പുത്രൻ അത് കഴിയില്ല എന്നാ പറയുന്നേ. പക്ഷേ അതിന് ആ ഹൃദയ നുറുക്കത്തിൽ യേശുവിനെ ആശ്വസിപ്പിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, കർത്താവുമായി ബന്ധമുള്ള നിന്റെ ഹൃദയത്തിലെ ചില ആവശ്യങ്ങളെ, ചില കാര്യങ്ങളെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിടുതൽ ലഭിച്ചെന്ന് വരില്ല. പക്ഷെ നിന്റെ ഹൃദയം നുറുങ്ങുമ്പോ ഹല്ലേലൂയ, എന്റെ കർത്താവ് സമീപസ്ഥനായി അവൻ ഇറങ്ങി വന്ന് നിന്നെ ആ വിഷയത്തിനകത്ത് നീ പതറിപ്പോകാതിരിക്കുവാൻ, തളർന്നു പോകാതിരിക്കുവാൻ, ഭാരപ്പെട്ടു പോകാതിരിക്കുവാൻ ഈ ദൈവം നിന്നെ കംഫർട്ട് ചെയ്യുന്നത് അറിയാൻ കഴിയും. അപ്പോൾ നിനക്ക് പിടികിട്ടും, നീ ഒറ്റയ്ക്കല്ല. എന്നെ അറിയുന്ന, എന്റെ ഹൃദയം അറിയുന്ന, എന്റെ അവസ്ഥകൾ അറിയുന്ന എന്റെ ദൈവം എന്റെ അടുക്കലുണ്ട്. എല്ലാ പ്രാർത്ഥനയ്ക്കും ഇമ്മീഡിയറ്റ് മറുപടി ലഭിക്കണമെന്നില്ല. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ എല്ലാ പ്രാർത്ഥനകളും സ്വർഗം കേൾക്കും. ഒരു സ്തോത്രം പറഞ്ഞേ. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി ഇമ്മീഡിയറ്റ് ആയി ലഭിക്കണമെന്നില്ല. പക്ഷേ ഇതോടെ ഞാൻ പറയാ, നിന്റെ സകല പ്രാർത്ഥനകൾക്കും സ്വർഗം ശ്രദ്ധ വെച്ച് കേൾക്കും. പോരാ പോരാ കരമടിച്ച് നിന്റെ ആ കഷ്ടതയിൽ, നീ കടന്നു പോകുന്ന പ്രതികൂലത്തിൽ അവൻ നിന്നെ വിട്ടുകളയാതെ, മറുപടി ലഭിച്ചില്ലെങ്കിലും നിന്നെ വിട്ടുകളയാതെ, നീ തകർന്നു പോകാൻ സമ്മതിക്കാതെ, ഭാരപ്പെട്ടു പോകാൻ സമ്മതിക്കാതെ അവൻ ഇറങ്ങി വന്ന് നിന്നെ കംഫർട്ട് ചെയ്യും. അനുഭവിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ച് ദൈവസന്നിധികൾ ശക്തിയോടെ ഇന്ന് ദൈവാത്മാവ് ചിലരോട് ദൂത് പറയുന്നു. നിന്റെ പ്രശ്നം അതുപോലെ നിൽക്കുന്നുണ്ട്, നിന്റെ പ്രതികൂലം അതുപോലെ നിൽക്കുന്നുണ്ട്. ദൈവസന്നിധികൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തിന് മാറ്റം വന്നിട്ടില്ല. പക്ഷേ മാറാത്ത ഒരുവൻ, നിന്നെ വിട്ടുകളയാത്ത ഒരുവൻ, നിന്നെ ഉപേക്ഷിക്കാത്ത ഒരുവൻ,
നിന്റെ പ്രതികൂലത്തിനകത്ത് നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾക്കകത്ത് നിന്നെ കംഫർട്ട് ചെയ്യുന്ന, ആശ്വസിപ്പിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന ഒരുവൻ. യെസ്, അത് അനുഭവിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ആത്മനിറവിൽ ഇന്നാരെയൊക്കെയോ ഹൃദയ ദുഃഖത്തോടെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ആരെയൊക്കെയോ ദൈവത്തിന്റെ ആത്മാവിന്ന് ആശ്വസിപ്പിക്കുകയാണ്. മാറ്റമില്ല എന്ന് പറയുന്ന വിഷയത്തിനകത്ത്, നീ അതിനകത്തൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിനകത്ത് ദൂതന്മാരെ വിട്ട് അവൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന, ഹല്ലേലൂയ, നീ ഭയന്നിരിക്കുന്ന, കഴിയുമെങ്കിൽ കർത്താവേ, കഴിയുമെങ്കിൽ കർത്താവേ എന്ന് പറയുന്ന വിഷയത്തിനകത്ത് നിന്നെ ആശ്വസിപ്പിക്കുവാൻ ദൈവത്തിന്റെ കരം ഇന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. കരമടിച്ച് നല്ല കർത്താവിനെ ശക്തിയോടെ അപ്പൊ ഇതിന്റെ എല്ലാം ഒരു ബേസ് എന്ന് പറയുന്നത് നമുക്ക് നിരന്തരമായ ഒരു കമ്മ്യൂണിക്കേഷൻ കർത്താവുമായിട്ടുണ്ടാകണം. ഒരു സ്തോത്രം പറഞ്ഞേ. അത് ഇന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നതോ വൈകിട്ട് അതെല്ലാം നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അതുണ്ടാകണം. ഭവന പ്രാർത്ഥന ഉണ്ടാകണം, ഈവനിങ് പ്രെയർ ഉണ്ടാകണം, ആവശ്യങ്ങൾ ദൈവത്തോട് പറയണം. നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് നിങ്ങൾ ചോദിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ഇതൊക്കെ എവറിത്തിങ് ഈസ് ദെയർ. അതെല്ലാം അവിടെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം നടക്കണമെങ്കിൽ ആരുമായിട്ടൊരു ബന്ധം ഉണ്ടാകണം. പാസ്റ്ററിനോട് പ്രാർത്ഥിച്ചോളണേ എന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ല. നിങ്ങളുടെ വ്യക്തിപരമായ ലൈഫിനകത്ത് അവസരം കിട്ടുമ്പോഴൊക്കെ ദൈവത്തോട് സംസാരിക്കാനുള്ള ഒരു മനോഭാവം. ഞാൻ ഒന്നുകൂടെ പറയാം, ഈ അവസരം കിട്ടുമ്പോഴെല്ലാം ദൈവത്തോട് ചോദിക്കുന്ന മനോഭാവമല്ല. എന്താ ചോദിക്കുന്ന മനോഭാവം എന്ന് പറഞ്ഞേ? എനിക്കത് താ താ താ. ചില ആൾക്കാരുണ്ടല്ലേ എപ്പോഴും താ താ താ, എന്ത് കിട്ടും, താ താ താ. അപ്പോഴും നമ്മൾ പറയും പോ 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 എന്ന്. പിന്നെ നമ്മൾ എന്തുവാ കർത്താവേ എന്ന് വിളിച്ച് എന്ത് ചെയ്യുക? നമ്മളെ അങ്ങ് എന്ത് ചെയ്യുക? പ്രസന്റ് ചെയ്യുക. യേശുവേ ഞാൻ ഇങ്ങനെയൊക്കെ ആണേ. കർത്താവെ സുഖമായിരിക്കുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നോക്കട്ടെ. കർത്താവിന് സുഖമാണോ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്നാ ഇന്നു മുതൽ ചോദിക്കണം. ഈ പാസ്റ്ററിന് വട്ടായോ എന്ന് ചോദിക്കരുത്. പാസ്റ്റർ ഇങ്ങനെയൊക്കെയാ. കർത്താവേ സുഖമാണോ? സന്തോഷമാണോ? കർത്താവേ എൻ്റെ ഹൃദയം നീ അറിയുന്നു. ഇത്ര നാളും എന്നെ നടത്തിയ ഒത്തിരി ഭാരമൊക്കെ വരുമ്പോ ഭാരമല്ല ചിന്തിക്കുന്നേ, ഇതുവരെ നടത്തിയ അപ്പോ ഹൃദയം തുറന്ന് പറയും. അപ്പോ യേശുവിനോട് നിന്നതല്ല നാം നേടിയതല്ല, യേശുവല്ല. കർത്താവേ നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, കർത്താവെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥനു സ്തുതി പാടിടും. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ സ്തുതി പാടിടും. എത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ
ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. ഹല്ലേലൂയ. ഇത് പാടുമ്പോ നിങ്ങളുടെ കണ്ണ് നിറയുന്നെങ്കിൽ, സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട് നിങ്ങളുടെ കണ്ണ് നിറയുന്നെങ്കിൽ ഇറ്റ്സ് എ കോൺവെർസേഷൻ വിത്ത് ഗോഡ്. ഒരു സ്തോത്രം പറഞ്ഞേ. നിങ്ങളുടെ കഷ്ടതകളുടെ മധ്യത്തിൽ അയ്യോ എനിക്ക് കഷ്ടത ഒന്നും പ്രശ്നമാണ്, രോഗമാണെന്ന് പറയുകയല്ല. തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് പറയണം, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും. ഞാൻ വിശ്വസിക്കുന്നു, ഇനിയും കൃപ തോന്നി കരുതിടണേ, നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു സോദരങ്ങളോ പറഞ്ഞേ, ഓ സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നു മാറിടുമ്പോ, സ്നേഹത്താൽ വീണ്ടെടുത്ത യേശുനാഥൻ നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുത്ത സകലത്തിലും ജയം നൽകുമല്ലോ. ദൈവത്തിനു സ്തോത്രം ഇതുവരെ, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും കൃപ തോന്നി. വിശ്വസിക്കുന്നുണ്ടോ? ഇനിയും അവൻ എന്റെ എല്ലാ ഞെരുക്കങ്ങളിലും കഷ്ടതകളിലും ഇനിയും കൃപ തോന്നി നടത്തേണേ തിരുഹിതം പോൽ. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ. അപ്പൊ നമ്മെ നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം ഇനിയും നമ്മെ നടത്തുമെന്ന് ആ കഷ്ടതകളുടെ മധ്യത്തിൽ ഇരുന്ന് പാടി കർത്താവിനോട് സംസാരിക്കും. പാട്ട് ചുമ്മാ ഞായറാഴ്ച ഇവിടെ വന്നിട്ട് കൈയടിച്ച് പാടാനുള്ളതല്ല. ഈ പാട്ടൊക്കെ അങ്ങ് പാടി പറയണം. എൻ്റെ കഴിഞ്ഞ നാളുകളിൽ വലിയ ഞെരുക്കത്തിൽ അകത്തിരിക്കുമ്പോൾ പറയണം, കഴിഞ്ഞ നാളുകളിൽ എന്നെ നടത്തിയ, എന്നെ കരുതിയ, എന്നെ പരിപാലിച്ച സഹോദരങ്ങൾ വിട്ടുപോയപ്പോൾ, കൂട്ടുകാർ വിട്ടുപോയപ്പോൾ, നാട്ടുകാർ ഇല്ലാതിരുന്നപ്പോഴും എന്നെ മാറോട് ചേർത്തമച്ചവൻ ഇനിയും കൃപ തോന്നി എന്നെ അവൻ കരുതുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് പകലിൽ കരങ്ങൾ ചേർത്തടിച്ച് ആത്മനിറവിൽ സന്തോഷത്തോടെ പറഞ്ഞ്, ഇനിയും അവൻ എന്നെ നടത്തുവാൻ ശക്തൻ. ഇന്ന് ആത്മാവിൽ ചിലരോട് ഞാൻ ദൂത് കൈമാറുന്നു. നിന്റെ ഞെരുക്കത്തിൽ നീ തളർന്നു പോകുകയല്ല. നീ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഇനിയും കൃപ തോന്നി നിന്നെ മാനിക്കുവാൻ. നിന്നെ ഇന്നുവരെ മാനിച്ചതല്ല, ഇന്നുവരെ നടത്തിയതല്ല, ഇന്നുവരെ കരുതിയതല്ല, ഇനിയും പോരാ, ഇനിയും നിന്നെ മാനിക്കാൻ, ഇനിയും നിന്നെ കരുതാൻ, ഇനിയും നിന്നെ ഉയർത്താൻ, ഇനിയും നിന്നെ. ഓ യെസ് യെസ് യെസ്. ഹല്ലേലൂയ. ഈ ഒരു ബന്ധത്തിനകത്താണ് അല്ലെനിക്ക് സഞ്ചരിക്കുന്നതെങ്കിൽ നിന്റെ അകത്തുനിന്ന് പാട്ട് വരും, നിന്റെ അകത്തു നിന്ന് ഞരക്കങ്ങൾ വരും, നിന്റെ അകത്തു നിന്ന് ഹല്ലേലൂയ ദൈവത്തോടുള്ള ആ സന്തോഷം
സന്തോഷം വരും, പുറത്തു വരും. നീ പിന്നെ പറയില്ല എനിക്ക് ആരും ഇല്ല, എന്നെ ആരും നോക്കുന്നില്ല, എനിക്ക് ആരും വേണ്ട, ഇതൊന്നും പറയല്ല. നീ പറയും ആരും ഇല്ലേലും ആരുമില്ലാത്തവർക്കാണ് ഹല്ലേലൂയ ഒരുവൻ നിന്നെ കേൾക്കുന്ന, നിന്നെ അറിയുന്ന, നിന്റെ അവസ്ഥ അറിയുന്ന, നിന്റെ സാഹചര്യങ്ങൾ അറിയുന്ന ഹല്ലേലൂയ ഒരുവൻ നിനക്കുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം. പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ ഒന്നും പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം അതിന്റെ 9-ാമത്തെ ജബ്ബേസിന്റെ പ്രാർത്ഥന. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ അവനെ വ്യസനപുത്രൻ എന്ന് വിളിക്കുമ്പോ വ്യസനമാണ്, അവനെ കണ്ടാൽ വ്യസനമാണ്, അവന്റെ ക്യാരക്ടർ എവരിത്തിങ് എല്ലാം ജനനം മുതലേ വ്യസനപുത്രൻ എന്ന് പറഞ്ഞ് അവനെ വ്യസനപുത്രൻ എന്ന് പറഞ്ഞു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് ഒറ്റ പ്രാർത്ഥന. സ്തോത്രം പറഞ്ഞേ. ഇമ്മീഡിയറ്റ് വിടുതൽ കിട്ടിയ ഒരു പ്രാർത്ഥന. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്. നോക്കിയേ പ്രാർത്ഥനയുടെ ഒരു പവർ നോക്കിയേ. കർത്താവേ പറ്റുമോ, എല്ലാം നടക്കോ? നമ്മുടെ പ്രാർത്ഥനയാ, എല്ലാം നടക്കോ കർത്താവേ എന്ന് ചോദിക്കും. അവിടെ അകം മുഴുവൻ സംശയം വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എബ്ബേസിന്റെ ഒറ്റ പ്രാർത്ഥന. എന്തുകൊണ്ടാകാം എബ്ബേസിന് ഇങ്ങനെ ഈ പ്രാർത്ഥിക്കാൻ ഒരു ധൈര്യം കിട്ടി? ഞാൻ ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വന്ന ഒരു കാര്യമാണ്. എബ്ബേസിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് പറയാം നിശ്ചയമായി. വായിച്ചേ. നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. ഒറ്റ നിശ്ചയമായി അനുഗ്രഹിക്കണം. എബേസിന്റെ ഹൃദയത്തിന്റെ ഞരക്കങ്ങൾക്കകത്തിരുന്നു കൊണ്ടുള്ള ഒറ്റ പ്രാർത്ഥന, ഇമ്മീഡിയറ്റ് വിടുതല. അടുത്ത വാക്യം വായിക്കുന്നത് ദൈവം അവന്റെ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. ഒറ്റ പ്രാർത്ഥന, ഒറ്റ വിടുതൽ. ഒരു സ്തോത്രം പറഞ്ഞേ. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസമുണ്ട്. നേരത്തെ പ്രാർത്ഥന എന്തുവാ? ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും പറയുന്നതല്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, നടത്തിയതും വരുന്നതും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് ഒരു നിന്ന വരുമ്പോ, ഒരു പ്രതികൂലം വരുമ്പോ, ഒരു കഷ്ടത വരുമ്പോ അവനൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഏത്? നിശ്ചയമായി എന്റെ ദൈവത്താൽ, എന്റെ ദൈവമേ നിശ്ചയമായി ഇതിനൊരു വിടുതൽ എനിക്ക് തന്നേ പറ്റൂ, ഇതിനൊരു മറുപടി തന്നേ പറ്റൂ. നിശ്ചയമായ ഒരു പ്രാർത്ഥന. എന്റെ വ്യസനത്തെ മാറ്റണമേ എന്ന ഒറ്റ പ്രാർത്ഥന. വചനം പറയുന്നു അവന്റെ പ്രാർത്ഥനയിൽ ദൈവം അവന് മറുപടി കൊടുത്തു. അവന്റെ പ്രാർത്ഥനയെ ദൈവം അംഗീകരിച്ചു. നിന്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, നിന്റെ പ്രാർത്ഥനയിൽ ഉറപ്പ് വരണമെങ്കിൽ നീയും ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധം നേരത്തെ ഉണ്ടാകണം. അപ്പോഴൊരു വിഷയം വരിക, ഒരു പ്രശ്നം വരിക, അപ്പോൾ നിനക്ക് എന്ത് ചെയ്യാം? പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും, ഞാൻ ഈ നാളുകളിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന, ഞാൻ ഈ നാളുകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഞാൻ ഈ നാളുകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, ഹല്ലേലൂയ, എനിക്കൊരുവനുമായി ഒരു ബന്ധമുണ്ട്, എനിക്കൊരുവനുമായി ഒരു കണക്ഷൻ ഉണ്ട്. ഞാൻ എന്റെ സങ്കടങ്ങൾ പറയുന്ന ഒരുവൻ എനിക്കുണ്ട്, എന്റെ ഭാരം ഇറക്കി വെക്കുന്ന ഒരുവൻ എനിക്കുണ്ട്, എന്റെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരുവനെ എനിക്കറിയാം. ഹല്ലേലൂയ, അവൻ എന്റെ കാര്യം നടത്തി തരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകലിൽ
എബേസിന് അറിയാം, ഇനി ഞാൻ വ്യസന കാരണമായി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് ഒറ്റ പ്രാർത്ഥന, എന്റെ അതിരുകളെ അങ്ങോട്ട് വിശാലമാക്കുക കർത്താവേ. ഇവർ എന്നെ വ്യസനപുത്രൻ എന്ന് വിളിച്ച് പരിഹസിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവൻ എന്റെ വ്യസനം മാറ്റണമെന്നല്ല പറഞ്ഞ, എന്റെ അതിരുകളെ വിശാലമാക്കണം. പിടികിട്ടുന്നവർ പ്രാർത്ഥിക്കുന്ന നിന്റെ അതിരുകളെ ഈ ദൈവം വിശാലമാക്കും. നിന്റെ സ്റ്റാറ്റസ് മാറ്റും, സിറ്റുവേഷൻ മാറ്റും, സാഹചര്യം മാറ്റും. ലോകം നിന്നെ ഞെരുങ്ങി എന്ന് പറയുന്ന ഇടത്ത്, പരിഹാസിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്ത് അവർ കാണെ ദൈവം നിന്റെ അതിരുകളെ വിശാലമാക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഓ എന്റെ വ്യസന കാരണത്തെ മാറ്റി എന്റെ അതിരുകളെ വിശാലമാക്കണമേ. പ്രാർത്ഥിക്കുന്ന നിന്റെ അതിരുകൾ വിശാലമാകും. പ്രാർത്ഥിക്കുന്ന നിന്റെ ലൈഫ് മാറും. പ്രാർത്ഥിക്കുന്ന നിന്റെ സിറ്റുവേഷൻ മാറും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിന്റെ ചില ഞെരുക്കത്തിൽ ഇരുന്നുകൊണ്ട്, താഴ്ന്നിരുന്നു കൊണ്ടുള്ള ഒറ്റ പ്രാർത്ഥന മതി. വേദനിച്ചുകൊണ്ടുള്ള ഒറ്റ പ്രാർത്ഥന മതി. ഹല്ലേലൂയ. അടുത്ത ദിവസം ഉണ്ടല്ലോ, അതിന്റെ മറുപടി ഇങ്ങോട്ട് ഇറങ്ങി വരും. ഒരു സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10-15 വർഷം വാടക വീട്ടിൽ കിടന്ന് ഇപ്പോഴൊന്നും ഒരു ഭാരം തോന്നിയില്ല. പക്ഷെ ഒരു ബന്ധു വീട്ടിൽ പോയപ്പോ ഒരു കൂട്ടമായി കളിയാക്കി അന്ന് മനസ്സിനകത്തൊരു ഭാരം തോന്നി. ആ ഭാരം ഹൃദയത്തിനകത്ത് സത്യം പറഞ്ഞ കുളിക്കാൻ നിന്നപ്പോഴാണ് ഭാരം തോന്നിയത്. കുളിച്ചോണ്ട് നിന്നപ്പോ പറഞ്ഞ, കർത്താവേ, വീട് ഞങ്ങൾക്കൊരു വിഷയമല്ല, ഏറ്റവും നല്ലത് വാടക വീട്ടിൽ കിടക്കുന്നതാണ് തോന്നുന്നു, അടവെടുത്താൽ മതിയല്ലോ. പക്ഷെ ഇവരെല്ലാം പരിഹസിക്കുന്നു, കളിയാക്കുന്നു. ബന്ധുക്കളുടെ വീടുകളിൽ ചെല്ലുമ്പോൾ കളിയാക്കുന്നു. വിശ്വാസികൾ പ്രാർത്ഥിച്ചു തുടങ്ങി. ഞങ്ങളുടെ വീടെല്ലാം, ഒരു വീട് കയറി താമസം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു, അടുത്ത പാസ്റ്ററിന് വീട് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അന്ന് കുളിക്കാൻ നിന്നപ്പോ മനസ്സിനകത്തൊരു ഭാരം വന്നു. കർത്താവേ, ഇതിനൊരു മറുപടി കാണണമെന്ന് ഒറ്റ പ്രാർത്ഥന. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് സ്വർഗം, ഹല്ലേലൂയ, ഈ പരിഹസിച്ചവരെക്കാളും കളിയാക്കിയവരെക്കാളും എല്ലാവരെക്കാളും മേത്തരമായത് ഇറക്കി തന്നു എങ്കിൽ നിന്റെ വ്യസനത്തിന്റെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ സ്വർഗം നിന്റെ അതിരുകളെ വിശാലമാക്കും. നിന്റെ ഇന്നത്തെ ഞെരുക്കത്തെ അവൻ വിശാലമാക്കും. നിന്റെ ഹൃദയം നുറുക്കത്തെ, നിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീരിനെ സന്തോഷത്തിന്റെ കണ്ണുനീരാക്കി മാറ്റും. ഈ ആണ്ട് തീരുന്നതിന് മുമ്പ് ആത്മാവിൽ ഞാൻ പ്രവചിച്ച് ചിലരോട് പറയുന്നു, ഇന്ന് നീ വ്യസനപ്പെട്ട് കരയുന്ന, നിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി വീഴുന്ന വ്യസന കാരണത്തെ എന്റെ ദൈവം സന്തോഷ കാരണമാക്കി. ഈ ആണ്ട് തീരുന്നതിന് മുമ്പ് ഇനി നിന്റെ കണ്ണു നിറഞ്ഞ് കവിയുന്നത് ആനന്ദ കണ്ണീരായിരിക്കുമെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. വിശ്വസിക്കുന്നവർ പിടിച്ചെടുത്തു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ നാമത്തിൽ. ഓ ആത്മാവ് ചിലത് ഇതിനകത്ത് ചിലത് സംഭവിക്കുന്നു. നിന്റെ വ്യസന കാരണത്തെ നീ കരഞ്ഞ വിഷയത്തിന്
നിന്റെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണീർ പുറത്തു വരും. വിശ്വസിക്കുന്നുണ്ടോ? യെസ്, ഹല്ലേലൂയ. ചിലത് ഇന്ന് പകലിൽ ഇതിനകത്ത് വ്യാപരിക്കപ്പെടുന്നുണ്ട് ദൈവ സാന്നിധ്യം. ഈ പ്രാർത്ഥനയുടെ ശക്തി എങ്ങനെയാ? അതുകൊണ്ട് ഞാൻ ഒന്ന് പറയാം, ദൈവവുമായിട്ട് നിരന്തര ബന്ധമുള്ള ഒരുവന്റെ ലൈഫിനകത്ത് ഒരു നിന്ന വന്നാൽ, ഒരു പരിഹാസം വന്നാൽ, നിന്റെ ഹൃദയം ഒന്ന് പിടച്ച, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ മറുപടി ഇറങ്ങി വരാൻ പോകുന്നു എന്നാ. ഹല്ലേലൂയ. ആ ദൈവം മിണ്ടാതിരിക്കില്ല എന്ന അതിന്റെ മറുപടി വെളിപ്പെടാൻ പോകുന്നു എന്ന ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ അതിന്റെ ഹല്ലേലൂയ റിസൾട്ട് നീ കാണാൻ പോവുകയാണ്. ആത്മാവിന്ന് വ്യക്തിപരമായി ചിലരോട് ദൂത് പറയുന്നു, അതിന്റെ അത്ഭുതം നീ കാണാൻ പോകുന്നു. വചനം പറയുന്ന എഫേസിന്റെ ഒറ്റ പ്രാർത്ഥന, ഒരു വരിയിലെ പ്രാർത്ഥന, പക്ഷെ അതിന്റെ റിസൾട്ട് ദൈവം പറഞ്ഞു, അത് അവന് സാധിക്കും, അത് ഞാൻ നടത്തി കൊടുക്കും. ഇന്ന് ചിലരോട് ആത്മാവിൽ പറയുന്നു, നിന്റെ വ്യസന കാരണത്തെ ദൈവം മാറ്റി, നിന്റെ അതിരുകളെ വിശാലമാക്കി, ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു. മറുപടി നിന്റെ ഭവനത്തിൽ, മറുപടി Oh yes, yes, yes. മറുപടികൾ, മറുപടികൾ. സ്തോത്രം. നമുക്കറിയാം ഹന്നായുടെ പ്രാർത്ഥന, നമുക്കറിയാം ഹന്നായുടെ ഒറ്റ പ്രാർത്ഥനയാണ്. നോർമൽ ഉള്ളവരുടെ പ്രാർത്ഥന പോലെയല്ല അന്ത. മച്ചി എന്ന് പറഞ്ഞ് എൻ്റെ കുടുംബക്കാരൊക്കെ കളിയാക്കി പരിഹസിച്ച് ശാപം എന്നൊക്കെ പറഞ്ഞ് അന്ന് ആലയത്തിലേക്ക് വന്നപ്പോൾ ഹൃദയം പൊട്ടിയൊരു പ്രാർത്ഥനയാണ്. ശബ്ദം പുറത്തു വരാതെ പ്രാർത്ഥനയാണ്. സാധാരണ ഹന്നയുടെ പ്രാർത്ഥന പോലെയല്ല അന്നത്തെ പ്രാർത്ഥന. അതുകൊണ്ടാണ് പുരോഹിതൻ ചോദിച്ചത്, ഇവൾക്ക് വീഞ്ഞു കുടിച്ച് അവളുടെ അധരം അനങ്ങിയില്ല, അവളുടെ അധരം അനങ്ങിയില്ല, ശബ്ദം കേൾപ്പാനില്ലായിരുന്നു, ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അധരം അനങ്ങുന്നില്ല, ശബ്ദം പുറത്ത് വരുന്നില്ല, പക്ഷെ അവൾ അനങ്ങുന്നുണ്ട്. എത്ര പേർക്ക് ഈ അനുഭവം ഉണ്ടെന്ന് അറിയില്ല. പ്രാർത്ഥന ആരും കേൾക്കരുത്, കേട്ടാ കളിയാക്കും, പുറത്ത് പറയാൻ പറ്റുകയില്ല. വായ അനങ്ങിയാൽ ചിലര് എന്ത് ചെയ്യും? ഹല്ലേലൂയ, ചിലത് പറയും. ഒരു മനുഷ്യനോട് പറയാൻ പറ്റാതെ, പങ്കുവയ്ക്കാൻ കഴിയാതെ ചില സഹോദരന്മാരുടെയൊക്കെ പ്രാർത്ഥന അങ്ങനെയാണ്. അവർ ആരോടും പറയാൻ പറ്റില്ല എൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളും ഒക്കെ. സഹോദരന്മാർ ചിലപ്പോൾ വാവിട്ട് കരഞ്ഞൊക്കെ പറഞ്ഞേക്കും. എൻ്റെ ഹൃദയത്തിനകത്ത് നുറുങ്ങിക്കൊണ്ട് അതരം പുറത്ത് ചലിക്കില്ല, അതരം ചലിക്കില്ല. പക്ഷെ എന്ത് ചലിക്കുന്നുണ്ടെന്നറിയോ? ഹൃദയത്തിനകത്തൊരു പിടച്ചില്ല. ഈ പ്രാർത്ഥന കേട്ട് ആര് കാണുകയാ? പുരോഹിതൻ കണ്ടിട്ട് സാധാരണ ഇവൾ പ്രാർത്ഥിക്കുന്ന പോലെ അല്ലല്ലോ, ഇവൾക്ക് വീഞ്ഞു കുടിച്ച് ഒരു പക്ഷെ തലയിട്ടടിക്കുന്നുണ്ടാകാം, ഇല്ലേ? ഇവിടെ ശരീരം കുലുങ്ങുന്നുണ്ടാകാം, ശബ്ദം പുറത്തു വരുന്നില്ല, ചുണ്ടനങ്ങുന്നില്ല. അത് പ്രാർത്ഥനയായിട്ട് ഏലി പുരോഹിതന് തോന്നിയില്ല, പക്ഷേ അത് പ്രാർത്ഥനയായി സ്വർഗം സ്വീകരിച്ചു. ഇതിനകത്ത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്.
അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. നിന്റെ ആദരം പുറത്തു വരുന്നില്ല, വാക്കുകളില്ല, പക്ഷേ ഹൃദയത്തിന്റെ അകത്തെ പിടച്ചില്. ഏലി പുരോഹിതൻ അവളെ മത്തുപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കി, പരിഹസിച്ചു. പക്ഷെ അടുത്ത ആണ്ടിൽ അവൾ വന്നത് ഹൃദയ നുറുക്കത്തിന്റെ മറുപടിയുമായിട്ടാണെങ്കിൽ, ഇന്ന് പകലിൽ ചിലരോട് ഞാൻ പറയട്ടെ, നിന്റെ ചില ഹൃദയ നുറുങ്ങിയുള്ള അതിരം പുറത്തു ചലിക്കാതെ, ശബ്ദം പുറത്തു വരാതെ നീ പ്രാർത്ഥിക്കുന്ന ചിലതിന് അതിന്റെ മറുപടിയുമായി നീ വരുന്ന നാളുകളിൽ വരുമെന്ന്, ദൈവസന്നിധിയിൽ എത്തുമെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? അതിൽ നിന്റെ ഹൃദയം നുറുക്കം കാണുന്ന, നിന്റെ വേദന കാണുന്ന, നിന്റെ വിഷമങ്ങളെ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുന്നു. എന്റെ ദൈവമോ അവരുടെ ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്നു.